എല്ലാരും എന്താക്കുന്നുണ്ട് സുകന്യ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആവോ. ഞാൻ ഈ ക്രിസ്മസ് പപ്പാന്റെ പോരന്റെ മിറ്റത്തില്ലത് സ്വപ്നം കാണാൻ തോന്നുന്നു. ഇടി മഞ്ഞെല്ലാം വീണിട്ട് ജാഗ ഇടി വെള്ള വെള്ളായിട്ട് തന്നെ. ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് കാലല്ല പിക്ചറിൽ തന്നെ ഞാനും പിന്നെ കണ്ടിന്. ഞമ്മക്ക് കാണാതെ കാണുമ്പോ ഇതെല്ലാം ഒരു പൊലിസ് തന്നെ അല്ലേ. നേരിന് കാണുമ്പോ കോസിയായിട്ട് പീരാന്തായി പോന്നു തോന്നുന്നു. ഈടെ കൊല്ലം ഇടീ ക്രിസ്മസ് തന്നെ. ഇതെന്റെ ഏട്ടത്തിന്റെ മോള്, ഇവള് ഫുള്ള് കോമഡി തന്നെ. ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞെങ്കിൽ എന്നെ ബയ്യത്തു. ഓളിടെ തന്നെ കൂടി. ഈ നാട് നോക്കാൻ ഇപ്പൊ കോടിക്കണക്കിന് ആൾക്കാർ വരുന്നത് മാത്രം. ഇവിടെ ക്രിസ്മസ് പപ്പാന്റെ പോരെ വന്നിട്ട് 100 കൊല്ലം പോലെ ആയിട്ടാ. അതിനൊരു കഥയുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്തിലെ ജർമ്മനി പൊടിയാക്കിനി നാട്ടിനെ. യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിൽ മടങ്ങിയെത്തിയവർക്ക് പോരയില്ല എന്തുമില്ല. ആടുന്ന് ഇതിനെ എങ്ങനെ നേരാക്കിയിട്ട് ഒരിക്കൽ എടുക്കണ്ടേ, അങ്ങനെ ചിന്തിച്ചിട്ട് വന്ന ഐഡിയ ഇത്. ഇവിടെ പപ്പാന്റെ ഔദ്യോഗിക പോരയാക്കിയെങ്കിൽ എന്തെന്ന്. ദോ ആ നീല ലൈൻ കണ്ട, അത് ആർട്ടിക് സർക്കിൾ. അത് ഈ വീട്ടിൻ്റെ അതിലേ കൂടിയിട്ട് പാസ്സാകുന്നത്. അത് ഭൂമിൻ്റെ ഹൈറ്റ് മെഷറാക്കുന്നൊരിത്. ആ സർക്കിളിൻ്റെ മീത്തുള്ളിടത്തെല്ലാം സൂര്യന് നമുക്ക് കിട്ടുന്ന കണക്ക് കിട്ടല. ഈടെ തിന്നാനും കുടിക്കാനും കളിക്കാനും നെല്ലിട്ട് ഫുള്ള് കൗജ് തന്നെ. വയ്യെടുക്കുക ഞമ്മ പപ്പാൻ്റെ പോരൻ്റെ ഉള്ളിൽ കയറി ദോ ഈടുന്നോല് ഗിഫ്റ്റ് ഡെലിവറി ആക്കാൻ പോന്നെ. ഞമ്മ പണ്ട് ബാലരമയിലെല്ലാം വായിച്ച പോലത്തെ മരത്തിൻ്റെ ഒരു പോര. ഏടെ നോക്കിയെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് തന്നെ. ഒന്നെങ്കിൽ എടുത്തിറങ്ങിയെന്ന് തോന്നുന്നു. എനിക്കെന്ത് ചെറുതായിരിക്കുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ത് കിട്ടിയിട്ടാ. പ്ലം കേക്ക് തിന്നാൻ കിട്ടുന്നേണ്ടതിന് മാത്രം. വലുതായിട്ട് ഞമ്മ കോളേജിലെല്ലാം പഠിക്കുമ്പോൾ ഈ ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനത്തെ പരിപാടിയെല്ലാം ആക്കിയിട്ട് ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ സ്റ്റാർട്ടാക്കിയത് തന്നെ. ഞമ്മ ക്രിസ്മസ് പപ്പാനെ കാണാൻ പോകുന്ന വയ്യത്. ഞമ്മ ക്യൂ എല്ലാം നിൽക്കണം. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പോവാം. ഈ പോരിൽ കുറേ മുറിയുണ്ട്. ആ മുറിയിലെല്ലാം എൽഫുമാറിരുന്നിട്ട് പണിയെടുക്കുന്നതുണ്ട്. തിന്നാനാക്കണോ, റെയിൻഡിയറിനെല്ലാം നോക്കണോ, ഗിഫ്റ്റ് ആക്കണോ, പാക്ക് ആക്കണോ, അങ്ങനെ എന്തെല്ലാം പണിയില്ലേ. നോക്ക്, ഓറ് കിടക്കുന്ന മുറി, ഓറെ ചായ കുടിക്കുന്ന മുറി, കിച്ചണെല്ലാം അതിൻ്റെ എല്ലാം ചെറിയ മോഡലാക്കിയിട്ട് വെച്ചിന്. എന്തെല്ലാം നമുക്ക് മുറീൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ കഴിയുക. ഈ പുറത്തുള്ള മോഡലെല്ലാം നോക്കിയിട്ട് എന്തോ ഒരു പാങ്ങല്ലേ കാണാൻ. അങ്ങനെല്ലാം നോക്കിക്കൊണ്ട് പോവാം. ഓതിയുടെ നമുക്ക് തോന്നുന്നത് ഒരു ഗിഫ്റ്റിൻ്റെ അഡ്രസ്സെല്ലാം എഴുതുന്ന ജാഗയെന്ന്. എല്ലാം കണ്ടിട്ട് ഒരു കിളി പോയ അവസ്ഥയാണ്. അപ്പോൾ കിടാക്കല വന്നെങ്കിൽ എന്തായിരിക്കും കഥയെ ഞാൻ ആലോചിക്കുന്നത്. ഓരോ ദിവസം മുറിൻ്റെ ഉള്ളിലേക്കല്ല വിടണാഞ്ഞ്. ഇതാ ഇങ്ങനത്തെ ഓട്ടയെല്ലാം കൂടിയിട്ട് നോക്കാൻ കഴിയുന്നത്. ഇതൊരു കുഞ്ഞ് റെയിൻഡിയറിൻ്റെ നഴ്സറി. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം വിടണാഞ്ഞ്. എന്നല്ലേ നമുക്ക് കാണുമ്പോൾ ഒരു മജ എന്നത്. ഇത് ഓട്ടയിൽ അത്ര തന്നെയല്ലേ കാണുന്നത്. ഒടുക്ക കാത്തിട്ട് പപ്പാനെ കണ്ട് ക്രിസ്മസ് എല്ലാം വിഷാക്കി ഫോട്ടോ എല്ലാം എടുത്ത് ഈ കഥയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു മജ നമുക്ക് കിട്ടുന്നറിഞ്ഞാൽ. ഇത് പിന്നെ നമ്മളെ കൂട്ടക്കാരൊക്കെ വെച്ച് ബഗീടാക്കിയിട്ടെങ്കിൽ എന്ത് മജ. ഞാൻ ആർട്ടിക് സർക്കിൾ ക്രോസ് ആക്കുന്നത്. ആയി അപ്പോൾ എല്ലാം പറഞ്ഞാൽ എനിക്കാവോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ കാണാം. ആയി വരുന്നേ.